ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജുമോൾസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് മോൺസ്റ്ററ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ലീഫ് പ്ലാന്റ് എന്നും പറയാൻ പോലും പറ്റുന്നില്ല. സ്പ്ലിറ്റ് ലീഫ് പ്ലാന്റ് എന്നും പറയും ഇതിനെ നമുക്ക് ഒന്ന് റീപോർട്ട് ചെയ്യാം. കാരണം ഇതിന് ഒത്തിരിയേറെ ഇലകളുണ്ട്, പക്ഷെ ഇതിന്റെ പോട്ട് വളരെ ചെറുതാണ്. ഇതിപ്പോ ഞാൻ 2 വർഷമായി റിപ്പോർട്ട് ചെയ്തിട്ട്, അതുകൊണ്ട് നമുക്ക് ഇതിന് നല്ല വലിപ്പമുള്ള ഒരു പോട്ടിലേക്ക് മാറ്റാം. എല്ലാ വർഷവും ഈ ചെടിയെ റീപോർട്ട് ചെയ്യാൻ പാടാണ്, കാരണം ഇത് ഒത്തിരിയേറെ ഇലകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത 2 വർഷത്തേന് ഇത് റീപോർട്ട് ചെയ്യേണ്ടാത്ത രീതിയിൽ അല്പം കൂടെ നല്ല സൈസുള്ള ഈ ചട്ടിയിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഇനഫ് ഹോൾ ഉണ്ടോ എന്നാണ്. ഇതിന്റെ മണ്ണിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. ഈ മോൺസ്റ്റർ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു കോർസ്റ്റിക് ആണ്. ഇതൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. മോൺസ്റ്ററ എന്ന് പറയുന്ന ചെടി ഒരു വൈനിങ് പ്ലാന്റ് ആണ്. അപ്പം അതിന് നമുക്ക് കയറിപ്പോകാൻ ഒരു സപ്പോർട്ട് വേണം. ഇത് ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കോർസ്റ്റിക് ആണ്. എനിക്കിവിടെ ഇത് കൂട്ട് കയറ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് കയറുണ്ടായിരുന്നു. അത് വെച്ച് ഒരു ബാംബു സ്റ്റിക്കേല് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പ്രോപ്പർ ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ടാണ്. ഇത് മണ്ണിൽ, ഈ ചെടിയുടെ മണ്ണ് ഒരിക്കലും സോക്കായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് മേക്ക് ഷുവർ യു ഹാവ് ഇനഫ് ഡ്രെയിനേജ് ഹോൾ. പിന്നെ നമുക്ക് വേണ്ടത് പോട്ടിംഗ് മിക്സ് ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് മിറക്കിൾ ഗ്രോയുടെ പോട്ടിംഗ് മിക്സ് ആണ്. അത് ഞാനൊരു ബൗളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ അല്പം സാൻഡും കൂടെ ചേർത്തിട്ടുണ്ട്, വെള്ളം നന്നായി ഊർന്നു പോകാനായിട്ട്. പിന്നെ ഞാൻ ഇച്ചിരി പേളൈറ്റോടെ ചേർക്കും. എല്ലാ പോട്ടിംഗ് മിക്സിലും നല്ല എയറേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്പം പേളൈറ്റ് ചേർക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഈ മോൺസ്റ്ററ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. മോൺസ്റ്ററ ഒരു വളരെ റെസിലിയന്റ് ആണ്, വെരി ഫോർഗിവിംഗ് ആണ്, വെരി ഈസി ടു ഗ്രോ പ്ലാന്റ് ആണ്. പിന്നെ ഇതിന്റെ റൂട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിന് കുറേ ഏരിയൽ റൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഏരിയൽ റൂട്ട് ഉണ്ടാകുന്നത് ഇതിന്റെ ഓരോ നോഡിൽ നിന്നുമാണ്. ഇതുണ്ട്, ഈ നോഡിൽ നിന്നാണ് ഏരിയൽ റൂട്ട് ഉണ്ടാകുന്നത്. ചിലരൊക്കെ ഇത് കട്ട് ചെയ്ത് കളയും. ഐ ഡോണ്ട് വാണ്ട് ടു മെസ് അപ്പ് വിത്ത് ദ റൂട്ട്സ്. നമുക്ക് ഇത് ഒന്നെങ്കിൽ മണ്ണിലേക്ക് നടാം, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയാം. അത് നമ്മുടെ ചോയ്സ് ആണ്. ഇതുണ്ട്, ഇത് ഈ ഏരിയൽ റൂട്ട് ഇവിടുന്ന് വളർന്ന് ഇത് മണ്ണിലേക്ക് തന്നെ താന്നുപോയി. പിന്നെ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടുന്ന് റൂട്ടിന്റെ താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ച് നന്നായിട്ട് റൂട്ടായി കഴിയുമ്പോൾ നമുക്ക് മണ്ണിലേക്ക് നടണമെങ്കിൽ നടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിന്റെ റൂട്ട് ഒന്ന് നോക്കാം. ഇതിന് നമുക്ക് നല്ല ഫ്രഷ് സോയിൽ കൊടുക്കാം, മണ്ണ് കൊടുക്കാമേ. കുറേ നാളായിട്ട് ഇതിന് ഫ്രഷ് സോയിലൊന്നും കിട്ടാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയായിരുന്നേ. ഞാനൊരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതങ്ങ് എടുത്ത് കളയാം. അപ്പം ഒന്ന് അരികിൽ നിന്നൊന്ന് ഞെക്കി കൊടുത്തു കഴിയുമ്പോൾ ഈ റൂട്ടിങ് വിട്ടു പോകുന്നോളൂ. ഇത് ഭയങ്കര റൂട്ട് ബൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ, എല്ലാ ഇൻഡോർ പ്ലാന്റുകളും റൂട്ട് ബൗണ്ട് ആയിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇത്രയുമല്ല, ഒത്തിരി വലിയ പോട്ടിൽ ചെടി നട്ടു കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് വളരാൻ ഭയങ്കര പാടാണ്. വളരെ ഡള്ളായിട്ടിരിക്കും. നല്ല റൂട്ട് ബൗണ്ട് ആയിരിക്കണം എപ്പോഴും. പക്ഷെ അതിന് സമയമാകുമ്പോൾ നമ്മൾ മണ്ണ് മാറ്റി കൊടുക്കണം, ഈ റൂട്ടിനും കൂടെ വളരാനുള്ള സ്പേസ്. പക്ഷെ നമ്മൾ ഒത്തിരി വലിയ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യരുത്. ഒരു 4 സൈസോ അല്ലെ 2 സൈസ് കൂടുതലുള്ള പോട്ടിലേക്ക് മാത്രമേ ഇത് മാറ്റി നടാവുള്ളൂ. ഞാൻ എടുത്തേക്കുന്നത് ഈ പോട്ടാണ്. ഇത് ഈ പോട്ടിലായിരുന്നു, തീരെ ചെറുതായിരുന്നു. എല്ലാ വർഷവും ഇതിന്റെ പോട്ട് മാറ്റാനുള്ള മടി കൊണ്ടാണ് ഞാനിപ്പോൾ അടുത്ത 2 വർഷത്തേന് ഞാൻ ഈ പോട്ട് മാറ്റുന്നില്ല. ആ വലുപ്പത്തിലുള്ള പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിന് നല്ല ഫ്രഷ് സോയിൽ കൊടുക്കാം. ഇതിന്റെ റൂട്ടൊക്കെ നമുക്കൊന്ന് നല്ല ക്ലീൻ ചെയ്ത്, ഇതിനകത്ത് അധികം മണ്ണില്ല, അതെല്ലാം ഇതിനകത്തായി പോയി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അപ്പം നല്ല ഫ്രഷ് സോയിൽ കൊടുക്കാം ഈ ചെടിക്ക്. എനിക്കിപ്പോഴാണ് മനസ്സിലായതിന്റെ ലീവ്സ് ഒക്കെ വളരെ ഫ്ലോപ്പി ആയി വരാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്. ഇതിന്റെ റൂട്ടിനകത്ത് ഒരു തുള്ളി പോലും സോയിൽ ഇല്ലായിരുന്നു. കാരണം അതിന്റെ റൂട്ടിനൊന്നും
ഗ്രോ ചെയ്യാനുള്ള സ്പേസോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈയിടെയായിട്ട് അതിന്റെ ചില ലീവ്സ് ഒക്കെ അല്പം ഫ്ലോപ്പി ആയി കാണപ്പെടാൻ തുടങ്ങിയത്. പുതിയതായിട്ടുണ്ടാകുന്ന ലീവ്സ് ഒക്കെ ഫ്ലോപ്പി ആയിരുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു മെസ് അപ്പ് വിത്ത് ദ റൂട്ട്സ്. സം പ്ലാന്റ്സ് ആർ വെരി സെൻസിറ്റീവ്. നമുക്ക് അതിന്റെ റൂട്ടൊന്നും പൊട്ടിക്കാതെ നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഞാനതിൽ നിന്ന് ഈ റൂട്ടിൽ നിന്ന് പരമാവധി ശ്രമിച്ചു. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇച്ചിരിയിലും സോയിൽ ഉണ്ട് അതെടുത്ത് മാറ്റാൻ. പക്ഷെ അതിനകത്തൊന്നും കളയാനില്ല, ഫുൾ റൂട്ടാണ്. അപ്പൊ നമുക്ക് ഈ വലിയ പോട്ടിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് നമുക്ക് അല്പം പേളൈറ്റും കൂടെ ഈ മണ്ണിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നല്ല ഫെയറേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേളൈറ്റ് ആഡ് ചെയ്തു. ഒരല്പം സാൻഡ് ഇട്ടു. ഇതെല്ലാം വെള്ളം നന്നായി ഊർന്നു പോകാനാണ്. പിന്നെ മിറക്കിൾ ഗ്രോ എന്ന കമ്പോസ്റ്റ്. മിറക്കിൾ ഗ്രോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള കമ്പോസ്റ്റ് മതി. മിറക്കിൾ ഗ്രോ ഒത്തിരി നന്നായിട്ട് എനിക്ക് തോന്നി ഇൻഡോർ പ്ലാന്റിന്. അതുകൊണ്ടാണ് ഞാൻ മിറക്കിൾ ഗ്രോ ആഡ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പോട്ടിംഗ് മിക്സ് നിറയ്ക്കാം. കുറച്ച് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ചെടി നടുമ്പോൾ എപ്പോഴും ഒരു 2 to 4 ഇഞ്ച് മുകളിൽ സ്പേസ് കൊടുക്കണം. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പം അത് എല്ലായിടത്തേക്കും നിറഞ്ഞു പോകാതെ ഇരിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ട് ഈ മോസ്റ്റിക് കൊടുക്കാം. കാരണം ഇതിന് അല്പം കൂടെ കഴിയുമ്പോൾ ഇത് വൈനിങ് പ്ലാന്റ് ആയതിനാൽ നമുക്ക് ഇത് കയറ്റി വിടാൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ മോസ്റ്റിക് ഇവിടെ പിടിപ്പിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കമ്പോസ്റ്റ് നിറച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻഡോർ പ്ലാന്റ്സിന് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഓവർ വാട്ടറിങ് ക്യാൻ കിൽ ദ പ്ലാന്റ്സ്. നമ്മൾ ഇതിന്റെ ഇൻഡോർ പ്ലാന്റ്സിന്റെ മണ്ണ് എപ്പോഴും ഒരുവിധം ഒരുവിധമല്ല നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരിക്കലും നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റിനുള്ള സ്നേഹം കൂടിയിട്ട് എനിക്കും ഈ പണി ഉണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് ഈ പ്ലാന്റ് ചീഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇല മഞ്ഞ കളറിൽ കാണുമ്പോഴേ ഓർത്താൽ മതി ഓവർ വാട്ടറിങ് ആണെന്ന്. അപ്പം നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര സങ്കടമാണ് അതിൻ്റെ ഇല ചീഞ്ഞ് പോകുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇട്ടിട്ടുണ്ട് മുകളില്. കാരണം നമ്മൾ അങ്ങനെ സ്പേസ് ഇടുവാണ് വെള്ളം ഒഴിക്കാം. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് ഓവറായിട്ട് നിറഞ്ഞു പോവുകയില്ല. പിന്നെ നമുക്ക് ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഒക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. മുകളിലേക്ക് ഇങ്ങനെ മണ്ണ് പുറത്ത് നിൽക്കുന്നത് കാണാൻ ഒരു ഭംഗിയില്ല. ഇതിൻ്റെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ലീഫ് ഇതാണ്. ഈ കോർ സ്റ്റിക്കിന് താഴം വരെ എനിക്ക് ഈ കയറ് കെട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തികഞ്ഞില്ല. ഇതിലേക്ക് കയറ്റി വിടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചിലതൊക്കെ ഒത്തിരി ഇങ്ങനെ വളഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന പോലെ ഒരു ഫ്ലോപ്പി ആയിട്ട് തോന്നുന്നു. അതിൻ്റെ കാരണം തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു തുള്ളി മണ്ണ് പോലും ഇല്ലായിരുന്നു. അത്രയും ഇതായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റി നടാന്ന് ഓർത്ത് നിൽക്കുമായിരുന്നു. ഇതിൻ്റെ ഈ ഇല കണ്ടോ, ഇത് വിൻ്ററിലുണ്ടായ ഇലയാണ്. അന്ന് എനിക്കറിയത്തില്ല ഇനഫ് സൺലൈറ്റ് കിട്ടാഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇതങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഫ്ലൂപ്പി ആയിട്ട്. ഇതൊക്കെ ആദ്യം ഉണ്ടായ ലീഫാണ്. ചിലർ പറയും ഈ മോൺസ്റ്ററയ്ക്ക് നല്ല ഫെനിസ്ട്രേഷനുള്ള ലീഫ് ഉണ്ടാകുന്ന നല്ല സൺലൈറ്റ് കിട്ടുമ്പോഴാണെന്ന്. അതെനിക്കറിയത്തില്ല. നാച്ചുറലി ഒരു 7 ലീഫ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഫെനിസ്ട്രേഷനുള്ള ലീഫാണ് ഉണ്ടാവുക. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇതിന് ഒരു ഭയങ്കരമായിട്ടുള്ള സൺലൈറ്റ് അല്ല, വെരി വാം റൂമിൽ വെച്ച് കഴിഞ്ഞാലും ഇതിന് നല്ല ഇത് ലീഫെല്ലാം വളരെ ഫ്ലോപ്പിയായി പോവും. ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് ഇത്. നമുക്ക് കാണാം വനങ്ങളിലും അല്ലെ നമ്മുടെ പറമ്പിലൊക്കെ കാണുവാണെങ്കിൽ തന്നെ ഇത് കാണാം. നമുക്ക് വലിയ മരങ്ങളുടെ ചോട്ടിൽ ആ മരത്തിൻ്റെ തടിയെ പറ്റിപ്പിടിച്ചൊക്കെയാണ് ഇത് വളരുക. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അതുപോലെ ഒത്തിരി തണുപ്പ് ടോളറേറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള ഹീറ്റിംഗ് കൊള്ളിയല, തണുപ്പും കൊള്ളിയല.
അതുകൊണ്ട് ഒരു ആവറേജ് ഇതിൽ നിർത്തണം. ഞാൻ എൻ്റെ വെസ്റ്റ് ഫേസിങ് വിൻഡോയിലാണ്, പടിഞ്ഞാറോട്ട് നിൽക്കുന്ന വിൻഡോയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെയാണ് വളരുന്നത്. ഇപ്പം പോട്ടി മിക്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതും പരിഹരിച്ചു. ഇനി നമുക്ക് അടുത്ത ഒരു 3-4 മാസം കഴിയുമ്പോൾ കാണാം, അല്ല അടുത്ത വർഷത്തെ വീഡിയോയിൽ കാണാം ഇത് എങ്ങനെ വളരുമെന്ന്. ഇത് എനിക്കിനി നന്നായിട്ട് നല്ല കെട്ടിക്കൊടുക്കണം. ഓരോ ലീഫും ഈ ഇലയൊക്കെ ഇച്ചിരി കെട്ടിക്കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. സോ ഫാർ ഐ എം ഹാപ്പി. അതുപോലെ ഞാൻ പറഞ്ഞുവെന്ന് തോന്നുന്നു, നമ്മൾ ഒരിക്കലും ഒത്തിരി വലിയ സൈസുള്ള പോട്ടിലേക്ക് ഈ ചെടി മാറ്റി നടരുത്. പെട്ടെന്ന് തന്നെ നമ്മളൊരു 2 സൈസ് അല്ലെ 4 സൈസ് കൂടുതലുള്ള പോട്ടിലേക്ക് മാത്രമേ ഓരോ പ്രാവശ്യവും എവറി ഇയർ മാറ്റി നടുമ്പോൾ നടാവുള്ളൂ. ചിലരൊക്കെ നമ്മൾ വലിയൊരു പോട്ടിലേക്ക് മാറ്റി നടുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ചെടിക്ക് ഒരു കരുത്തില്ലായിരിക്കും. ചെടി എപ്പോഴും നല്ല റൂട്ട് ബൗണ്ട് ആയിരിക്കുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സിന് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.